ഈ ശബരിമല വിഷൻ പ്ലാൻ എന്നൊരു പ്ലാന് നമ്മൾ തുടക്കത്തിൽ തന്നെ ഈ വർഷം രൂപീകരിച്ചിരുന്നു. ഇത് കോടതിയും അംഗീകരിച്ചു. ഇത് മറ്റൊന്നുമല്ല, ശബരിമല തീർത്ഥാടനത്തെപ്പറ്റി എല്ലാ വർഷവും ഉയർന്നു കേൾക്കുന്ന ഒരുപാട് പരാതികളുണ്ട്. ആ പരാതികളെ ഒരു നല്ലൊരളവിൽ പരിഹരിക്കാൻ ഈ ഒരു സമീപനം ആവശ്യമാണ് എന്ന് ഞങ്ങൾക്ക് തോന്നി. വിഷൻ പ്ലാനിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ഇന്നിവിടെ നടക്കുന്ന പരിപാടി എന്ന് പറയുന്നത് ആ വിഷൻ പ്ലാനിലെ ഒരു ഘടകമാണ്, ഒരു കമ്പോണൻ്റാണ്. ആ കമ്പോണൻ്റാണ് ഒരു ഡിവോട്ടീസ് ഔട്ട്റീച്ച് പ്രോഗ്രാം എന്നുള്ളത്. അതിൻ്റെ യുക്തി മറ്റൊന്നുമല്ല. നമ്മൾ ശബരിമലയിൽ ഒരു വർഷം ഏറെക്കുറെ 1 കോടി ആളുകൾ വരും. സീസൺ സമയത്ത് ആവറേജ് ഒരു ദിവസം 1 ലക്ഷം ആൾ വന്നാൽ തന്നെ 60 അല്ലെങ്കിൽ 75 ലക്ഷം ആളുകൾ ആ 2 മാസം കൊണ്ട് വന്നു പോകുന്ന സ്ഥലമാണ്. ഈ വരുന്ന 70 ലക്ഷം ആളുകളിൽ ഏതാണ്ട് 50% 2 സംസ്ഥാനങ്ങളിൽ നിന്നാണ്, ആന്ധ്രയും തെലങ്കാനയും. പിന്നെ ഒരു 20-25% തമിഴ്നാട്ടിൽ നിന്ന്. പിന്നെയുള്ള കർണാടക, അതിനും താഴെ കേരളം. ഒരു പക്ഷേ കേരളവും കർണാടകവും ഏറെക്കുറെ ഒരു 10% മറ്റേ ഉള്ളൂ ആകെ വരുന്നതിൽ. അപ്പോൾ അങ്ങനെ കേരളത്തിന് പുറത്ത് നിന്നാണ് ഏതാണ്ട് 85-90% ആളുകൾ വരുന്ന ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ നമ്മൾ ഇതുവരെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഈ ഒരു സെൻസിറ്റിവിറ്റി ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം സംശയം. നമ്മളൊരു ഉത്സവം നടത്തുന്നു, എല്ലാം പരമ്പരാഗതമായ രീതിയിലൊക്കെ നടത്തിപ്പോകുന്നു, ആളുകൾ വന്ന് തൊഴുതിട്ട് പോകുന്നു. പക്ഷേ ഇവിടെ ആദ്യമായിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ ക്രമീകരണങ്ങളിലെല്ലാം തന്നെ ഒരു ഡിവോട്ടി ഓറിയൻറ്റേഷൻ വരണം. ഗാന്ധിജി പറഞ്ഞതുപോലെ ഐ വിൽ ഗിവ് യു എ ടാലിസ്മൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങളിൽ കണ്ടിട്ടുള്ളത് ഏറ്റവും നിസ്വനായ നിസ്വൻ്റെ മുഖം മനസ്സിൽ വന്ന അയാൾക്ക് ഗുണകരമാണെങ്കിൽ നിങ്ങളുടെ പദ്ധതി കൊള്ളാം എന്ന് തീരുമാനം കൊള്ളാം എന്ന് പറഞ്ഞതുപോലെ അവിടെ നടത്തുന്ന ഏതൊരു തീരുമാനവും ഈസ് ഇറ്റ് ഗോയിങ് ടു ബെനഫിറ്റ് ദ ഡിവോട്ടി എന്ന ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ നയിക്കണം. അതോടൊപ്പം തന്നെ അപ്പോൾ അങ്ങനെ അവിടുത്തെ ക്രമീകരണങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. അത് പാർക്കിങ്ങിൻ്റെ കാര്യത്തിലായാലും ശരി, ടോയ്ലറ്റ് സൗകര്യത്തിലായാലും ശരി, നെയിം ബോർഡുകളുടെ അല്ലെങ്കിൽ ഈ മറ്റേ ഇൻഫർമേഷൻ ബോർഡുകളുടെ കാര്യത്തിലായാലും ശരി, അനൗൺസ്മെൻറ്റിൻ്റെ കാര്യത്തിലായാലും ശരി, ഒക്കെ തന്നെ ഒരു ബഹുഭാഷാ സമീപനം ഈ അനൗൺസ്മെൻറ്റിലും എല്ലാത്തിലും വേണം. 2 അനേകം മണിക്കൂറുകൾ കാത്തിരിക്കുന്ന ഒരിടത്ത് നമ്മളിങ്ങനെ മലയാളം പാട്ടുകളൊക്കെ ഇടുന്നുണ്ട് ഇടയ്ക്ക്. വൈകുന്നേരങ്ങളിൽ കന്നഡയിലോ തെലുങ്കിലോ തമിഴിലോ ഒരു കലാപരിപാടി അല്ലെങ്കിൽ ഒരു സംഗീത പരിപാടി, ഒരു ഭജൻസ് ആ നാട്ടിൽ നിന്ന് ഒരാൾ നേരത്തെ നടത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ ഒരു കലണ്ടർ നമുക്ക് നിലയ്ക്കലിലേക്കും സന്നിധാനത്തിലേക്കും, പമ്പയിൽ അതിന് വലിയ സൗകര്യമില്ല. മാത്രമല്ല പമ്പ ഒരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷനാണ്. വന്നിങ്ങനെ പോകാൻ വരുന്ന ആളുകൾ പാട്ട് കേൾക്കാൻ നിൽക്കില്ല. എന്നാൽ സന്നിധാനത്തിലും നിലയ്ക്കലിലും ഇവരെ നിർത്തുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള അവർക്ക് ദേ ഷുഡ് ഫീൽ അറ്റ് ഹോം. അവരുടെ കന്നഡ പാട്ട് കേൾക്കുന്നു, തെലുങ്ക് പാട്ട് കേൾക്കുന്നു. ഇത് നമ്മളുടെയും കൂടി ഒരു ഷ്രൈനാണ് എന്നൊരു വിചാരം ഉണ്ടാക്കിയെടുക്കാനുള്ള കുറച്ച് സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത്. സറ്റിലാണ്, സ്ഥൂലമല്ല. അതോടൊപ്പം ഈ ഡിവോട്ടീസിനും ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ശരിയെന്ന് തോന്നുന്നു അവർ ചെയ്യുന്നു. എന്നാൽ ഇവിടെ നിങ്ങളുടെ ചില ശരികളൊക്കെ ഇവിടെ തെറ്റാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. ഉദാഹരണത്തിന് പമ്പയിൽ കുളിച്ചിട്ട് പല തീർത്ഥാടകരും പുറം സംസ്ഥാനത്ത് നിന്ന് വരുന്നവർ അവരുടുത്തുകൊണ്ട് വന്ന തുണി അവിടെ അഴിച്ച് പുഴയിൽ കളയും. ഒരുപക്ഷെ അത് ശുദ്ധിയാവുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും എല്ലാം ഡിസ്കാർഡ് ചെയ്തൊരു പുതിയ മുണ്ടെടുത്തിട്ട് മലയിൽ കയറുന്നു. പക്ഷേ ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ അവിടെ ഉപേക്ഷിക്കുന്ന വസ്ത്രം കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ട് ചെറുതല്ല. വാട്ടർ ഫ്ലോ തടസ്സപ്പെടുന്നു, അവിടെ ഉടനെ മാലിന്യമാവുന്നു. ഇത് മാറ്റിയെടുക്കണമെങ്കിലുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ പിന്നെ ഈ പ്ലാസ്റ്റിക്കിൽ വരുന്ന കർപ്പൂരത്തിൻ്റെ കൂട്, പിന്നെ കുളിക്കാൻ കൊണ്ടുവരുന്ന നമ്മുടെ ഷാമ്പുവിൻ്റെ സാഷേ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരും. ഇതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. അരി തന്നെ ഹ്യൂജ് ക്വാണ്ടിറ്റിയാണ് കൊണ്ടുവരുന്നത്. അതൊക്കെ മാറ്റുക എന്നുള്ളൊരു വലിയ ജോലിയാണ്. കാരണം ടൺ കണക്കിന് അരി അങ്ങ് കുന്നുകൂടും. ഉടനെ അത് പരിസര മലിനമായി എന്ന് പറയും. അപ്പോൾ ഈ പരിസര മലിനീകരണത്തിൻ്റെ കാര്യത്തിലും ഒക്കെ തന്നെ, മലിനീകരണം ഇല്ലാതെ സൂക്ഷിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ, പമ്പ പവിത്രമായി സൂക്ഷിക്കുന്ന കാര്യത്തിൽ, മല പ്ലാസ്റ്റിക് മുക്തമായിട്ട് സൂക്ഷിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ നമുക്ക് ഈ മറുനാടൻ സംസ്ഥാനത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിൽ നിന്ന് വരുന്നവരെയും ഒരു ബോധവൽക്കരിക്കേണ്ട കാര്യമുണ്ട്. യു ആർ ഓൾസോ എ സ്റ്റേക്ക് ഹോൾഡർ.
ഈ പമ്പ അല്ലെങ്കിൽ ഈ ശബരിമല പുണ്യമായിട്ട് സൂക്ഷിക്കുന്നതിന് നിങ്ങൾ കൂടെ ഒരു പാർട്ടിസിപ്പൻ്റാണ് എന്ന് വരത്തക്ക രീതിയിലുള്ള ആശയവിനിമയം നടത്തണം. അപ്പോൾ നമ്മളിന്നിവിടെ അൺവെയിൽ ചെയ്യുന്ന ഡിവോട്ടി ഔട്ട്റീച്ച് പ്രോഗ്രാമിനകത്ത് നമ്മൾ അങ്ങോട്ടെന്ത് കൊടുക്കുന്നു എന്നുള്ളതൊന്ന്, ഒപ്പം നിങ്ങളെന്ത് ചെയ്യണമെന്നുള്ളത്. ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു മാസികയാണ് ഇന്നിവിടെ പ്രകാശിപ്പിക്കുന്നത്, ശബരിമല സന്ദേശം. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു മാസിക. ഞങ്ങൾക്ക് വേറെ സന്നിധാനം എന്നൊരു മാസികയുണ്ട്, അതൊരു ജനറലായിട്ടുള്ളൊരു ഭക്തി മാസിക. ഇതല്ല, പ്യുവർലി ഓൺലി ഫോർ ശബരിമല. ഇംഗ്ലീഷിലാണ് ഇപ്പോൾ ഇറക്കുന്നത്. ഇന്ന് ഇപ്പോൾ മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്, പ്രകാശിപ്പിക്കുന്നത് ഇംഗ്ലീഷ് എഡിഷനാണ്, ഫസ്റ്റ് എഡിഷൻ. ഇന്നിപ്പോൾ നോട്ട് ഫോർ സെയിൽ എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കും. എന്നാൽ ഇനി തൊട്ട് കൃത്യമായിട്ട് എല്ലാ മാസവും ഇതിറങ്ങും. എന്ന് മാത്രമല്ല, ഇതിൽ എല്ലാ ഭാഷയിലും, തെലുങ്കിലും തമിഴിലും കന്നഡയിലും മലയാളത്തിലും ഓഫ് കോഴ്സ് ഇതിറങ്ങും. ഇത് സീസണ് മുമ്പ് ഈ ബഹുഭാഷാ പതിപ്പുകൾ ഇറങ്ങണം. അതിൻ്റെ ഒരു തയ്യാറെടുപ്പാണ് ഇന്നിപ്പോൾ ശബരിമല സന്ദേശം ഔപചാരികമായി പ്രകാശിപ്പിക്കുന്നത്. അതിലൂടെ നമുക്കിപ്പോൾ ഉദാഹരണത്തിന് വേറൊരു കാര്യം, ഒരുപാട് മെസ്സേജസ് നമുക്ക് അവർക്ക് കൊടുക്കാനുണ്ട്. കഴിഞ്ഞ വർഷം 54 തീർത്ഥാടകർ മലകയറ്റത്തിനിടയ്ക്ക് മരിച്ചവരൊക്കെ തന്നെ 50-60 വയസ്സിന് മുകളിലുള്ളവരാണ്. ഇതെല്ലാം അവോയ്ഡബിൾ ഡെത്ത്സ് ആയിരുന്നു എന്നുള്ളതാണ്. ഇതിനകത്ത് 90% അവോയ്ഡബിൾ ഡെത്ത്സ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഗുരുസ്വാമിയായിട്ട് വരുന്ന 70 വയസ്സുള്ള ആൾ കൂടെ വന്ന അയ്യപ്പന്മാരൊക്കെ ചെറുപ്പക്കാരായിരിക്കും. ഈ പിള്ളേരങ്ങ് നല്ല സ്പീഡിൽ കയറുമ്പോൾ പറയും, എനിക്കൊരു കുഴപ്പമില്ലടാ, ഞാൻ നിൻ്റെ കൂടെ കയറാമെന്ന് പറഞ്ഞ് കയറുന്നു. ഇയാളുടെ ഹൃദയത്തിന് പ്രശ്നമുണ്ടാവുന്നു, വീണ് മരിക്കുന്നു. ഇത്തിരി ബോധവൽക്കരണം ഉണ്ടായെങ്കിൽ എബോവ് 50, എബോവ് 60 നിങ്ങൾ റെസ്റ്റ് എടുത്തേ കയറാവുള്ളൂ. സ്ഥിരമായി ഉപയോഗിക്കുന്ന മരുന്നുകൾ ഉപയോഗിക്കണം. ഇനി മരുന്ന് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ പമ്പയിൽ ആ മരുന്നുകൾക്ക് കിട്ടാനുള്ള സൗകര്യമുണ്ട് എന്ന് പറയുക തുടങ്ങി അവരെ തന്നെ നമ്മളൊന്ന് സജ്ജമാവണം. ഇവിടെ വന്നിട്ട് ആരും മരിക്കരുത്. അപ്പോൾ അത്തരത്തിലുള്ള ഹെൽത്ത് ഇൻഫർമേഷൻ, പ്ലാസ്റ്റിക്കിന് വിരുദ്ധമായിട്ടുള്ള ഇൻഫർമേഷൻ, വൃത്തി, 3 ബിന്നിലെ നമ്മൾ മാലിന്യം നിക്ഷേപിക്കാവോ എന്നുള്ള കാര്യം, ഇതിലൊക്കെ തന്നെ ഗ്രാജുവലായിട്ട് വി ഹാവ് ടു ബ്രിങ് ദം ഓൺ ബോർഡ്. നമ്മളുടെ ഒരു സ്റ്റേക്ക് ഹോൾഡറായി ഈ ശബരിമല തീർത്ഥാടനം കുറ്റമറ്റതായി നടത്തുന്നതിൽ എല്ലാ തീർത്ഥാടകരും പങ്കാളിയാവണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് നമ്മൾ ഈ ഔട്ട്റീച്ച് പ്രോഗ്രാം വിത്ത് ദീസ് കമ്പോണൻസ് നമ്മൾ ഇറക്കിയിരിക്കുന്നത്. ഇനി മറ്റ് സംസ്ഥാനങ്ങളിൽ FM റേഡിയോ, അവിടുത്തെ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ, ഇതൊന്നും ഒരുപാട് കാശൊന്നും ഞങ്ങൾക്ക് മുടക്കാനില്ല. ഇത് അവിടെ പോയിട്ട് അവരുമായിട്ട് സംസാരിച്ച് നിരന്തരമായിട്ട് സീസണിലെങ്കിലും ഈ മെസ്സേജുകൾ അവിടുത്തെ ഭാഷയിൽ വരത്തക്ക ചില ക്രമീകരണങ്ങളുണ്ട്. ഇതൊക്കെയാണ് ഈ ഡിവോട്ടി ഔട്ട്റീച്ച് ഇനിഷ്യേറ്റീവിൻ്റെ ചില പ്രധാന ഘടകങ്ങൾ.